മാർച്ച് 2-ാം തീയതി കട്ടപ്പനയിൽ ഒരു മോഷണം നടക്കുന്നു. ഈ മോഷണ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. തൊണ്ടി മുതൽ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കക്കാട്ടുകടയിലെ ഈ വീട്ടിലേക്ക് പോലീസ് എത്തുന്നത്. ഇവിടെ വെച്ചാണ് വർഷങ്ങളായി പുറത്തിറങ്ങാതിരുന്ന സുമയെയും മകളെയും പോലീസ് കാണുന്നത്. ഗൃഹനാഥനായ വിജയൻ എവിടെയെന്ന ചോദ്യത്തിന് ഭാര്യയും മകളും കൃത്യമായ മറുപടി നൽകിയില്ല. തറ പൊളിച്ച് വീണ്ടും കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കൂടി കണ്ടതോടെ പോലീസിന് ചില സംശയങ്ങൾ ജനിച്ചു. രണ്ടുപേരെയും വീണ്ടും വിശദമായി പോലീസ് ചോദ്യം ചെയ്തു. അവരാണ് കൊലപാതകം സംബന്ധിച്ച ചില സൂചനകൾ നൽകിയത്. വർഷങ്ങളായി പുറത്തിറങ്ങാതിരുന്ന രണ്ട് സ്ത്രീകളുടെ മൊഴിയെ മാത്രം ആശ്രയിച്ച് പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു. ഇതിനെ തുടർന്നാണ് മോഷണ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന നിതീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ നടത്തിയ ആദ്യ മിനിറ്റുകളിൽ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചു. രണ്ട് കൊലപാതകങ്ങളെക്കുറിച്ചാണ് നിതീഷ് പോലീസിനോട് തുറന്നു പറഞ്ഞത്. വിജയന്റെ മകളിൽ നിതീഷിനുണ്ടായ കുഞ്ഞിൻ്റെയും. ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് വിജയനെ കൊലപ്പെടുത്തുന്നത്. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചും നിതീഷ് കൊലപ്പെടുത്തി. നവജാത ശിശുവിനെ കൊലപ്പെടുത്താൻ നിതീഷിനെ സഹായിച്ചത് കൊല്ലപ്പെട്ട വിജയനും അതോടൊപ്പം തന്നെ മകൻ വിഷ്ണുവുമാണ്. വിജയനെ കൊലപ്പെടുത്തിയ കേസിലാകട്ടെ മകൻ വിഷ്ണുവും ഭാര്യ സുമയും പ്രതികളാണ്. മറ്റൊരിക്കലും കേൾക്കാത്ത തരത്തിലുള്ള ഒരു സംഭവമാണ് കട്ടപ്പനയിൽ ഉണ്ടായിരിക്കുന്നത്. കട്ടപ്പനയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.